കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമല്ല, നമ്മൾ പഴയകാല ചിന്തകൾ, നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. കാരണം ആദ്യകാല ചിത്രം മുതൽ ഇപ്പം ഇന്ന് കാണുന്ന മുഖം വരെ നമ്മുടെ കൂടെ ഉണ്ട്. ഇതിനും പഴയതിന് എപ്പോഴും ഒരു പുതുമയുണ്ടല്ലോ, പഴയ ആളുകളൊക്കെ. പക്ഷേ നമുക്ക് ചില സങ്കടം വരും, ചില പഴയ നമ്മൾ അന്ന് കണ്ട മുഖങ്ങളല്ല ഇന്ന് കാണുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതിനകത്ത് ഒരുപാട് കഥനത്തിൻ്റെ കഥ പറഞ്ഞ ഓരോരുത്തർ, ആ കഥനത്തിൻ്റെ കഥയിൽ ഞാനും ഉണ്ട്. ആ കൂട്ടത്തിൽ പട്ടണിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു കഥ പറഞ്ഞു തരാം. അന്ന് ഒരു ഷോട്ട് അഭിനയിച്ചാലും നമുക്ക് പ്രിവ്യൂ ഷോ ഇടും. പ്രിവ്യൂ ഷോ ഇടുമ്പോൾ അത് കാണാനുള്ള ഒരു ആഗ്രഹവും ഇതുണ്ടാവും നമ്മുടെ മനസ്സിൽ. ഇപ്പം നല്ല മഴ, കോടമ്പക്കം ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം, എൻ്റെ മുകളിൽ കൂടി പോകാത്ത ആർട്ടിസ്റ്റുകളില്ല. നല്ലൊരു മഴയത്ത് ഞാനുണ്ട്, എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. ഒരു കീറി പറഞ്ഞ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് തന്നെ. അപ്പോൾ ഒരു പൊക്കം കുറഞ്ഞ ഒരാളിങ്ങനെ ആ പാലത്തിൻ്റെ അടിയിൽ മഴ കൊള്ളാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് ആ മനുഷ്യനെ കൂടെ കയറ്റാം എന്ന് പറഞ്ഞു. നമ്മളാ നനയുന്നത്, ആ മനുഷ്യനെ കൂടെ കയറ്റിയാൽ നമ്മളെല്ലാവരും നനയും. അയാൾ പ്രധാന സംവിധായകൻ IV ശശി എന്ന്. അല്ല, ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടായിരുന്നു. പിന്നെ കഷ്ടപ്പാടും ജീവിതമൊക്കെ നമ്മളൊക്കെ ഇപ്പം ഇന്നൊക്കെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാരില്ല. ലോട്ടറി ടിക്കറ്റാണ് എല്ലാവരും. കാരണം അന്നൊരു പടം കഴിഞ്ഞാൽ മഴയെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ നമ്മൾ കാത്തിരിക്കണം. കാരണം ഒന്നെങ്കിൽ സുബ്രഹ്മണ്യ മുതലാളി അല്ലെങ്കിൽ കുഞ്ചാക്കോ മുതലാളി എന്നൊക്കെ അന്ന് എല്ലാവരും പോയി കാണണം. കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ സീൻ കിട്ടില്ല, അല്ലെങ്കിൽ ഇത് നമ്മുടെ ആ സീനിലുണ്ടായില്ല, പടം ഉണ്ടായില്ല. പിന്നെ കാശ് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പടത്തിലില്ല. അങ്ങനെയൊക്കെയായിരുന്നു ഒരു കാലഘട്ടം. അപ്പോൾ അതൊക്കെ മാറി. പിള്ളേരൊക്കെ വളരെ ഭാഗ്യവന്മാരാണ്. ഞങ്ങളെപ്പോലെയല്ല, ഉള്ള ആളുകളെപ്പോലെ കഷ്ടപ്പെടില്ല. അവർ വന്നപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയാണ്. നമ്മൾ 5 രൂപ കയ്യിൽ വാങ്ങിച്ചപ്പോൾ 5000 രൂപ കടയിൽ വാങ്ങിച്ച് നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന പിള്ളേർക്ക് തന്നെ 5 ലക്ഷം 10 ലക്ഷം അഡ്വാൻസ് കിട്ടും. സന്തോഷമുള്ളത്. കാരണം എല്ലാം മിടുക്കന്മാരാണ്, ആരും മോശക്കാരില്ല. മദ്രാസിലായിരുന്നു. ഇപ്പോൾ മദ്രാസ് മെയിലിൻ്റെ ഒരു ഭാഗം, ജീവിത ഭാഗം മുഴുവൻ മദ്രാസ് മെയിൽ തന്നെയായിരുന്നു. അതെ അതെ അതെ. അല്ല, അദ്ദേഹം ഒരു ഞാൻ പറയാ സഹായദാനിയാണ്. ആർക്കും എന്തും ചെയ്യാൻ, ആരും അറിയാതെ സഹായിക്കുന്നൊരു വ്യക്തിയാണ്. അതുപോലെ ഒരാളായിരുന്നു പ്രേം നസീർ എന്ന് പറഞ്ഞ മഹാനായ നടൻ. ആ കാലഘട്ടത്തിൽ എന്നെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. കാരണം സാമ്പത്തികമായിട്ടല്ല, പല പല പടങ്ങളിലും ആ കുട്ടിക്ക് ഒരു ചെറിയ റോള് കൊടുത്തോളൂ എന്നൊക്കെ പറയുന്നത്. കാരണം ഞാൻ അതിനകത്ത് ഒരു കൊച്ചു കഥയുണ്ട്. ഞാൻ തിരുവാഭരണം എന്ന് പറഞ്ഞ പടത്തിന് ഷൂട്ടിംഗ് സമയത്ത് ഒരു ഷോട്ട്, അതിനകത്ത് ഞാനും സാധന എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു, കോമഡി നടി. ഇപ്പം ഞങ്ങളിങ്ങനെ മീൻ പിടിക്കുന്നതായിട്ടാണ്. ഒരു ആറ്റിൽ മീൻ പിടിക്കുമ്പോൾ അതിനകത്തൊരു പാമ്പ് വരും, കൈവിട്ടു പോകും. ഇതാണ് അന്ന് ശശികുമാർ സാറിന് അന്നത്തെ കോമഡി അതൊക്കെയാണ്. അപ്പം ഞാൻ റിഹേഴ്സൽ സമയത്ത് ഇങ്ങനെ നസീർ സാർ അവിടെ തൊട്ടടുത്തൊരു കസേരയിലിരിക്കുന്നുണ്ട്. ഞാൻ സാധനം കൂടി മീൻ പിടിക്കുന്ന സമയത്ത് ഈ പാമ്പ് അങ്ങ് നിലത്ത് വീണുപോയി. ഞാൻ നസീർ സാറിൻ്റെ കോഷൻ എന്താണെന്ന് വെച്ച് ഞാൻ ഇന്ന് കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സാർ ക്ഷമിക്കണം, എനിക്കറിയാം, ഞാൻ തപ്പി തപ്പിടുന്ന പാമ്പ് ഒരു പുല്ലിൻ്റെ ഇടയിൽ ഇരിക്കുന്നു. ചാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ പാമ്പിനെ കയറി പിടിച്ച്. പാമ്പ് ഷോർട്ട് സമയത്ത് ഇങ്ങനെ വാവളിച്ചിരിക്കുന്നു, ചത്തുപോയി പാമ്പ്. നസീർ സാറ് വന്നിട്ട്, ഇനി ആ കുട്ടിയെ വഴക്ക് പറയണ്ട, നാളെ രാവിലെ 7 മണിക്ക് ഞാൻ വന്ന് ഈ ഷോട്ട് എടുക്കാൻ. ആര് ചെയ്യും ഈ സഹായം? നമ്മുടെ അത്രയും മനസ്സിൻ്റെ ഒരു നല്ല മനസ്സിൻ്റെ ഒരു ഉടമയായിരുന്നുണ്ട്. ഇപ്പോൾ കാരണം ഇപ്പോൾ സിനിമകളൊക്കെ മാറി. പിന്നെ നമ്മൾ കാലഘട്ടമല്ല, കാലഘട്ടങ്ങളിൽ വ്യത്യാസം. അതെ, അല്ല അഭിനയിക്കുന്നുണ്ട്. അഭിനയിക്കുന്നുണ്ട് അത്യാവശ്യം. അങ്ങനെ ദൂര യാത്രയൊക്കെ ഒഴിവാക്കി വീട്ടിൽ തന്നെ ചുറ്റുപറ്റി എറണാകുളത്തിനുള്ള ചുറ്റുപാടുകളിൽ മാത്രമേ ഉള്ളൂ. കാരണം യാത്ര ചെയ്യാൻ വയ്യ മക്കളെ എന്ന് പറയാം. എന്തായാലും താങ്ക് യു. എക്സ്പെഷ്യലി നമ്മുടെ മദ്രാസ് മെയിൽ. പിന്നെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അതിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിനുള്ള ഒരു ഏതിനുണ്ടല്ലോ എൻ്റെ എഫേർട്ട്. ഭാഗ്യലക്ഷ്മി, മേനക, ഇവരെല്ലാവർക്കും, നമ്മൾ അതിനെ പിന്നിൽ പ്രവർത്തി ഏവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി, നമസ്കാരം എൻ്റെ മക്കളെ. ഓക്കെ.